അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറമ്പിക്കുളത്ത് ഒരു കിടിലൻ ട്രെക്കിംഗ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ വാൽപ്പാറ റൂട്ടിൽ നൈറ്റ് ഒരു ഡ്രൈവ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വെളുപ്പിനെ ഈ കാണുന്ന സെയ്തുമട ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ കൂടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. 6:30 ഇവിടെ നിന്നൊരു ബസ് പോകാനുണ്ട്. ആ ഒരു ബസ് പോയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള വണ്ടികളെല്ലാം അകത്തേക്ക് വിടും. ഇവിടെ ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അതുപോലെ കാറിന് 50 രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയും. ഇനി ടൂറിസ്റ്റ് ബസ്സിനോ അല്ലെങ്കിൽ ട്രാവലറിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റും മാറും. ബസ് പോയതിന് ശേഷം ഫസ്റ്റ് വണ്ടിയായിട്ട് തന്നെ നമുക്ക് കയറാൻ പറ്റിയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരുപാട് ബേർഡ്സിനെയും ആനിമൽസിനെയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ കാട്ടിൽ കയറുമ്പോൾ എല്ലാം ലക്ക് അനുസരിച്ച് ആയതുകൊണ്ട് തന്നെ ഇനി അവസാനമാണ് നമ്മൾ വരുന്നതെങ്കിൽ പോലും നമുക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലുമായിട്ട് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ പറമ്പിക്കുളത്ത് പോകുമ്പോൾ ഇവിടെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബേർഡാണ് ഈ കാണുന്ന ബീ ഈറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സെയ്തുമട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ ടോപ്പ് സ്ലിപ്പിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഇവരെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ വണ്ടുകളും പ്രാണികളും ഒക്കെ തന്നെയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന നിൽഗിരി ലങ്കൂറാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിംഹവാലങ്കുരങ്ങായിട്ടൊക്കെ ഒരു സാദൃശ്യം തോന്നുമെങ്കിലും ഇവരെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ നിൽഗിരി ലങ്കൂർ അല്ലാതെ ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെയും നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ കാട്ടിൽ കയറിയിട്ട് ബേർഡ്സിൻ്റെ വിഷ്വൽസ് എല്ലാം എടുത്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്രെയിംസ് കിട്ടിയിട്ടുള്ളത് ഈ പറമ്പിക്കുളം ഭാഗത്തു നിന്ന് തന്നെയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ പോയ ആ ഒരു ബസ് കാണാൻ പറ്റി. അപ്പോൾ ഈ കാണുന്ന ബസ് രാവിലെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. ബസ് ഫ്രണ്ടിൽ പോയെങ്കിൽ പോലും നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിലായിട്ട് ഒരു കാട്ടിയെ കാണാൻ പറ്റി. ചിലപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ളവർ താഴെ ചരിവിലായിട്ട് നിൽക്കുന്നുണ്ടാവാം. സാധാരണ ഈ ബസ് ഫ്രണ്ടിൽ കയറ്റി വിടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പോകുന്ന റോട്ടിൽ തന്നെ ചിലപ്പോൾ കരടിയോ ആനയോ കാട്ടിയോ അങ്ങനെ ഒരുപാട് ആനിമൽസ് നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും അനിമൽസിനെ കാണുന്ന ടൈമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബസ് പോയതിന് ശേഷം മാത്രം പ്രൈവറ്റ് വെഹിക്കിൾസ് അലോ ചെയ്യുന്നത്. നമ്മൾ പറമ്പിക്കുളം പോയിട്ടുള്ള ടൈമിലെല്ലാം സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ കാട്ടികളുടെ സൈറ്റിംഗ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അതായത് നമ്മുടെ സെയ്തുമട ചെക്ക് പോസ്റ്റ് തൊട്ട് നമ്മുടെ ടോപ്പ് സ്ലിപ്പ് വരെയുള്ളൊരു ഏരിയ. കഴിഞ്ഞ തവണത്തെ പോലെ നമുക്കൊരു കൂട്ടമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു കാട്ടിയെങ്കിലും കാണാൻ പറ്റി. അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്പോട്ടഡ് ഡിയർ ആണ്. ഈ ഒരു റൂട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പോട്ടഡ് ഡിയറിനെ കാണാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് സ്ലിപ്പിലേക്ക് എത്തുമ്പോൾ ഉള്ള ഈ കാണുന്നൊരു പുൽമേട്ടിലാണ്. ശരിക്കും ടോപ്പ് സ്ലിപ്പിലെ ആ ഒരു ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പോട്ട് തന്നെ നമുക്ക് പുള്ളിമാനുകളെ ഒരുപാട് കാണാൻ പറ്റും. മിക്ക സമയങ്ങളിലും നമ്മൾ ഈ കാണുന്ന ഒരു പുൽമേട്ടിൽ, അതായത് ടോപ്പ് സ്ലിപ്പിൽ നമ്മൾ ഈ ബസ് സഫാരി എല്ലാം പോകാനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു പുൽമേട്ടിൽ ഒരുപാട് മാനുകൾ ഇതുപോലെ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് മേഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചു നേരം നിന്ന് മാനുകളുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും പറമ്പിക്കുളത്തേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മളൊരു ട്രെക്കിംഗ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഒരു 9:30 കൂടി നമുക്ക് അവിടെ എത്തണം. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കവാടം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ നമ്മൾ ടിക്കറ്റ് എല്ലാം കാണിച്ചതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ചാർജും അതുപോലെ തന്നെ ക്യാമറയുടെ ചാർജെല്ലാം അഡീഷണൽ പേ ചെയ്തിട്ട് വേണം ഇനി അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ സഫാരി പോയിന്റിലേക്ക് എത്തും. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ബസ് സഫാരി എല്ലാം പോകുന്ന ഏരിയ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ട്രെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളത്ത് ബിയർ പാത്ത് എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് എടുക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പുറകെ പറയാം. പിന്നെ ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കരടിയെ കാണാനായിട്ട് നമുക്ക് വളരെ ചാൻസ് കൂടുതലുള്ളൊരു പ്രോഗ്രാമാണ് ഈ ബിയർ പാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇന്നത്തെ ട്രെക്കിങ്ങിൽ നമുക്ക് എന്തായാലും കരടിയെ കിട്ടുകയും ചെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ആ കരടിയെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ട്രെക്കിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പുറകെ പറയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിലും ഈ കാണുന്ന ഇൻഫർമേഷൻ സെൻറ്ററിൽ നമ്മൾ ടിക്കറ്റ് എല്ലാം കാണിച്ച് ഇവർ എഴുതി തന്ന ആ ഒരു സ്ലിപ്പ് കൊണ്ടുപോയി നമ്മുടെ ഗൈഡിൻ്റെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സഫാരി അല്ല, നമ്മുടെ ട്രെക്കിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഇതുപോലുള്ളൊരു റോഡിലൂടെ നടന്ന് അതിനുശേഷമാണ് നമ്മൾ ശരിക്കുമുള്ള കാടിനകത്തേക്ക് കയറുന്നത്. ഈ ബിയർ പാത്ത് എന്ന് പറയുന്ന ഈ ഒരു ട്രെക്കിംഗ് നമ്മൾ ഇതിനു മുമ്പും ഒരു തവണ വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റിയെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പകർത്താൻ പറ്റിയില്ല. അപ്പോൾ അത്രത്തോളം ആനിമൽസിനെ കാണാനായിട്ട് ചാൻസ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഇതേ ട്രെക്കിംഗ് തന്നെ ഇത്തവണയും ചൂസ് ചെയ്തത്. പിന്നെ ഒരേ കാട്ടിൽ തന്നെ നമ്മൾ എത്ര തവണ കയറി കഴിഞ്ഞാലും അവിടെ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള കാഴ്ചകൾ എപ്പോഴും പലതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ റിവർ ക്രോസിങ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട്. പാറയെല്ലാം നല്ല രീതിയിൽ വഴുക്കി കിടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഷൂവിൽ നല്ല രീതിയിൽ ഗ്രിപ്പും കിട്ടുന്നുണ്ടായിരുന്നില്ല. കയ്യിൽ ക്യാമറ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ക്രോസ് ചെയ്തത്. ശരിക്കും ഈ ഒരു ട്രെക്കിങ്ങിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സമനിലമായിട്ടുള്ള രീതിയിലുള്ള ട്രെക്കിംഗ് ആണ്. വലിയ കയറ്റമോ ഇറക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ വളരെ കുറവാണ്. അങ്ങനെ ഇന്നത്തെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന തീക്കാക്കയാണ്. ഇതിൽ ഫീമെയിലാണ് നമ്മളിപ്പോൾ കാണുന്ന തീക്കാക്ക. ശരിക്കും മെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് കളർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും വളരെ ക്യൂട്ടാണ് ഇതിൽ മെയിലായിട്ടുള്ള തീക്കാക്കയെ കാണാനായിട്ട്. ഇതിനു മുമ്പ് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലെ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ നമുക്ക് മെയിലായിട്ടുള്ളൊരു തീക്കാക്കയുടെ വീഡിയോ അന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്കിൽ ആ ഒരു ഷെയ്ഡ് ഏകദേശം സെയിം ആണെങ്കിലും തീക്കാക്കയുടെ ഫ്രണ്ടിൽ വയറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നല്ല പിങ്ക് കളറിലൊരു ഷെയ്ഡും അതുപോലെ തന്നെ തലയുടെ ഭാഗം ഒരു ബ്ലാക്ക് കളറും ആയിരിക്കും. അങ്ങനെ തീക്കാക്കയുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് ആണ് ഈ കാണുന്ന വൈറ്റ് ബില്ലീഡ് ട്രീ പൈ. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അങ്ങനെ ബേർഡ്സിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ട്രെക്കിംഗ് പാത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് എന്തോ കമ്പെല്ലാം വലിച്ചൊടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനയാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ താഴെ ഒരുപാട് ഇല്ലിമുളയെല്ലാം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയുടെ ഫ്രണ്ടിലായിരിക്കും പോയി പെടുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ആനകൾ ഒരുപാട് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ നടന്നു പോകുന്ന ഈ ഒരു വഴിയുടെ 2 സൈഡിലും ഒരുപാട് കൂവച്ചെടികളാണ് നിന്നിരുന്നത്. ആനകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡിൽ പെടുന്നതാണ് ഈ പറയുന്ന കൂവച്ചെടികളും. നമ്മൾ ഇതിനു മുമ്പ് ഇതേ സ്ഥലത്തൂടെ ട്രെക്കിങ് പോയ ആ ഒരു ടൈമിൽ ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെയാണ് ഒരുപാട് ആനകൾ നമ്മുടെ വഴിയെല്ലാം മുടക്കി നിന്നതും നമ്മൾ വഴിയെല്ലാം മാറി കാടിനകത്തൂടി കയറിപ്പോയതും. അങ്ങനെ വീണ്ടും നമ്മൾ ട്രെക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന പാരക്കീറ്റാണ്. നമ്മളെല്ലാ തവണയും വരുമ്പോൾ ഇവരെ ഒരുപാട് തവണ കാണാറുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് കുറച്ച് വിഷ്വൽസ് പകർത്താൻ പറ്റിയത് ഇത്തവണയാണ്. ഇതിൽ മെയിലിനെയും അതുപോലെ തന്നെ ഫീമെയിലിനെയും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഈ തത്തകളിൽ മെയിലിനാണ് ഈ ചുണ്ടിന് ഈ റെഡ് കളറുള്ളത്,
അതുപോലെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ റെഡ് കളർ അവരുടെ ചുണ്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ കാണുന്നത് ഈ കൂട്ടത്തിലെ ഫീമെയിലാണ്. ഈ പാരക്കീറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് മലബാർ പാരക്കീറ്റ് എന്നറിയപ്പെടുന്ന തത്തകളാണ്. ഇവരല്ലാതെ ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ്, അതുപോലെ പ്ലം ഹെഡഡ് പാരക്കീറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 5-6 വെറൈറ്റി തത്തകളാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ കാണാറുള്ളത്. ഈ തത്തകളുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ മരങ്ങളിലും മറ്റും കാണുന്ന ഫ്രൂട്ട്സ് തന്നെയാണ്. ഇപ്പോൾ ഇവരിയ്ക്കുന്നത് ഒരു പേരമരത്തിലായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരുവിധം മൂത്ത പേരയ്ക്കെല്ലാം പറിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ തത്തകളുടെ കാഴ്ചകളെല്ലാം മതിയാവോളം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ട്രെക്കിങ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ ഈ ഒരു നോർമൽ ട്രെക്കിംഗ് പാത്തിലൂടെ നടന്നിട്ടും ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രെക്കിംഗ് പാത്ത് വിട്ട് താഴേക്ക് ഇറങ്ങി ചെറിയൊരു അരുവിയുള്ളൊരു ഏരിയ ഉണ്ട്, ആ ഒരു ഭാഗത്തൂടെ പോകാനായിട്ടുള്ള പ്ലാനാണ്. നമ്മളപ്പോൾ താഴേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ്. വേറൊന്നുമല്ല, ഒരു ആനയുടെ പല്ലിൻ്റെയും ആ താടിയലിൻ്റെയും എല്ലാം ഭാഗമാണ്. നമ്മൾ ഇതിനു മുമ്പ് ട്രെക്കിങ് വന്ന ടൈമിലും ഇതേ ആനയുടെ ഇതേ പല്ല് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് താഴെ അരുവിയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തി. നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കടുവ പോലുള്ള പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് കൂടുതലും റെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് ഇതുപോലുള്ള അരുവികളുടെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പഗ്മാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നടക്കുന്നതിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്മെല്ലോ കിട്ടിക്കഴിയുമ്പോൾ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആനിമൽസും തന്നെ ഉൾവലിയാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കടുവയെ കണ്ടില്ലെങ്കിലും നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു വിഷ്വൽ പുറകെ വരാനായിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ മേളിൽ കാണുന്ന നിൽഗിരി ലങ്കൂറാണ്. ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കുന്ന ആ ഒരു മരത്തിൻ്റെ ചില്ലയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ശരിക്കും ഈ മരത്തിൻ്റെ ചില്ലയിൽ ഇലകളൊന്നും കാണാനില്ലെങ്കിൽ പോലും തളിരിലയാണോ അതോ എന്തെങ്കിലും കായാണോ എന്നറിയില്ല, അത് പറിച്ചാണ് ഈ കുരങ്ങന്മാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഈ കുരങ്ങന്മാരിരിക്കുന്ന ഈ ഒരു ഫ്രെയിം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. നമ്മൾ ഈ കാണുന്ന നിൽഗിരി ലങ്കൂറിനെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഈ ഒരു പേരല്ലാതെ നിൽഗിരി ലീഫ് മങ്കീസ് എന്നും ഗ്രേ നിൽഗിരി ലങ്കൂർ എന്നും അങ്ങനെ പല പേരുകളിൽ ഇവർ അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഹെർബിവോഴ്സ് ആയിട്ടുള്ള ഇവർ കൂടുതലും കഴിക്കുന്നത് ഈ മരങ്ങളുടെ ഇലകളും കായും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അങ്ങനെയുള്ള ഐറ്റംസാണ്. സാധാരണയായി മനുഷ്യരെയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെല്ലാം ഒരുപാട് പേടിയുള്ള ഈ ഒരു വിഭാഗം പൊതുവെ മരങ്ങളുടെ മുകളിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. വളരെ റെയറായിട്ട് ഇവർ താഴെ ഇറങ്ങുന്നതും ഓടുന്നതും റോഡ് സൈഡിൽ നിൽക്കുന്നതും അങ്ങനെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവെ 5 മുതൽ 25 പേര് വരെയൊക്കെയുള്ള ഒരു കൂട്ടമായിട്ടാണ് ഇവർ താമസിക്കാറുള്ളത്. ഇതിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിലായിരിക്കും ഇവരുടെ ഒരു ലീഡർ എന്ന് പറയുന്നത്. അങ്ങനെ നിൽഗിരി ലങ്കൂറിൻ്റെ കാഴ്ചകൾ മതിയാവോളം കണ്ടും ക്യാമറയിലെല്ലാം പകർത്തിയതിന് ശേഷം നമ്മൾ ട്രെക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ആനച്ചൂര് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കുറച്ചു മുമ്പ് ആന ഈ ഒരു വഴി ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ട്രെക്കിംഗ് പാത്തിലൂടെ തന്നെയാണ് ആന പോയിരിക്കുന്നത്. ഈ കാൽപ്പാടിൻ്റെ വലിപ്പം കണ്ടിട്ടും ആ ഒരു ഫ്രഷ്നെസ് കണ്ടിട്ടും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊമ്പനാണ് നിൽക്കുന്നതെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആനയെ തപ്പിപ്പോയപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ട്വിസ്റ്റ് നടന്നത്. അപ്പോൾ ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കിയോ. കൊമ്പനാണ് മുളച്ചെന്ന് പോകുന്നു അല്ലേ? നിൽക്കുന്നു മരത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നു. ഇത് സൂമിങ് ഉണ്ടോ? അതിൽ സൂം ചെയ്യാൻ പറ്റില്ല. വന്നാൽ ഓടരുത് കേട്ടോ, വന്നാൽ ഓടരുത് പറയാം. അടിയിലുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ആനയെ തപ്പി വന്നപ്പോഴാണ് ഈ കാണുന്ന കരടി പെട്ടെന്ന് നമ്മളെ കണ്ടെടുത്ത് ചാടിയത്. നമ്മൾ ഗൈഡ് ജസ്റ്റ് ഒന്ന് വീഴാനൊക്കെ പോയെങ്കിലും നമ്മൾ ആത്മധൈര്യം സമ്പാദിച്ച് അതിൻ്റെ പുറകെ ഓടിച്ചെന്നപ്പോൾ തന്നെ ആൾ ആ കാണുന്ന ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ പോയിരുന്നു. അപ്പോൾ ഈ കരടി ആളുകളെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഉൾവലിയാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ടും ട്രൈപ്പോഡൊന്നും നിവർത്താതെ പെട്ടെന്ന് ക്യാമറ എടുത്ത് വെച്ചാണ് ഈ കാണുന്ന ഷെയ്ക്കെല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഏകദേശം ഒരു 10-15 സെക്കൻഡ് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആൾ നിന്നതിന് ശേഷം പയ്യെ അവിടെ നിന്ന് നടന്നു തുടങ്ങി. ഈ കരടികൾ പൊതുവെ 4 കാലിൽ ഇതുപോലെ പതുങ്ങി നടക്കുന്നതുകൊണ്ട് തന്നെ പുല്ലിനകത്തേക്ക് ഇവർ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം എന്തായാലും ആ കാണുന്ന മരത്തിൻ്റെ തൊട്ട് പുറകിലൂടെ ആൾ നടന്നു വന്ന് തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു തേക്ക് മരത്തിൻ്റെ സൈഡ് വരെ ചെല്ലുന്നത് കണ്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് എങ്ങോട്ട് പോയി എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ നേരെ കാണുന്ന ആ ഒരു തേക്ക് മരത്തിൻ്റെ ചോട്ടിൽ വരെ, അതിൻ്റെ പുറകിൽ വരെ ആൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ക്യാമറ സ്ലോ മോഷനിലിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും ആളുടെ അനക്കമൊന്നും കാണാനില്ല. അതിൻ്റെ ഇടയിലുണ്ട് കേട്ടെ അനങ്ങനാണ്. അങ്ങനെ നമ്മൾ കരടിയുടെ കാഴ്ചകളെല്ലാം കണ്ടു വന്നപ്പോൾ നമ്മൾ തപ്പി നടന്ന ആനത ഇവിടെ പിണ്ടോക്കെ ഇട്ട് വെച്ച് മുന്നോട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കരടിയെ കണ്ടത് നമ്മുടെ ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഇടയിലെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ മുന്നിൽ പോയത് നമ്മുടെ മുരുകേശേട്ടൻ ആയതുകൊണ്ട് തന്നെ പുള്ളിയോട് തന്നെ ചോദിക്കാം. നമ്മളിതിപ്പോൾ ട്രെക്കിങ് ചെയ്ത് പകുതി വന്നപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തേട്ടാ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ചു മുമ്പ് ഒരു ആനയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാൽപ്പാട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന പിണ്ടുവിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്ത് വന്ന ആ ഒരു ടൈമിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ഒരു കരടി മുമ്പിൽ ചാടി. ശരിക്കും മുരുകേശേട്ടനാണ് ഫ്രണ്ടിൽ പോയത്. അപ്പോൾ മുരുകേശേട്ടനാണെങ്കിൽ ഇതിനെ കണ്ട് പേടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വീഴാനും പോയി. മുരുകേട്ടനെ ആദ്യം എന്താണെന്ന് ഓർത്തേ, ഞാൻ ആളെ കാണിച്ചു തരാം ആദ്യം. ഇതാണ് നമ്മുടെ മുരുകൻ ചേട്ടൻ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ഈ കരടി കണ്ടത്. അപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു പോയി, പെട്ടെന്ന് വീഴാനൊക്കെ പോയി. എന്നിട്ട് അത്യാവശ്യം നമുക്ക് വീഡിയോയും കുറച്ച് ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. ആദ്യം എന്താണെന്ന് ഓർത്തേ കണ്ടപ്പോഴേക്ക്? കണ്ടതും ഞാൻ ആന തന്നെ ഓർത്തത്, സൗണ്ട് കേട്ടിട്ട്. സൗണ്ട് കേട്ടിട്ട്. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ കളറ് കണ്ടത്. കാരണം നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്ന സ്ലോത്ത് ബിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടതും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കരടിയാണെന്ന്. പിന്നെ മുരുകേഷേട്ടാ, ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലായിരുന്നോ നമ്മുടെ ബൈസൺ, അതായത് നമ്മുടെ വാട്ടർ ബഫലോടെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തന്നില്ലേ? അത് ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ ടൈഗർ മോണിറ്ററിങ് വാച്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് ക്യാമറ ട്രാപ്പ് വയ്ക്കുന്ന ആ ഒരു സമയങ്ങളിൽ വാഴച്ചാൽ ആ ഭാഗത്തും പിന്നെ നമ്മുടെ പറമ്പിക്കുളത്ത് അപ്പുറത്തോട്ട് നമ്മുടെ ബൗണ്ടറി വാൾപ്പാറ ആ ഒരു ഭാഗത്തും കൂടെ കണ്ടിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ട്രെക്കിംഗ് തുടങ്ങിയൊരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെളി നിറഞ്ഞൊരു പാടം പോലുള്ള ഏരിയയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാട്ടിയുടെയും ആനയുടെയും മ്ലാവിൻ്റെയും അങ്ങനെ ഒരുപാട് ആനിമൽസിൻ്റെ കാൽപ്പാടുകൾ കാണാൻ പറ്റും. നമ്മുടെ മുരുകേശൻ ഈ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല. ഒരാഴ്ച മുമ്പ് ഈ ഒരു ഭാഗത്ത് ട്രെക്കിംഗ് വന്നപ്പോൾ നേരെ കാണുന്ന ആ ഒരു ഭാഗത്ത് ഒരു കടുവയും അതിൻ്റെ കബ്ബുമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെ വന്ന ആളുകൾ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാതെ അവർ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് പോവുകയാണ് ചെയ്തത്. നമ്മൾ കാട്ടിൽ കയറുമ്പോൾ മിക്കപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം അതാണ്. ക്യാമറയൊക്കെ ആയിട്ടാണ് നമ്മൾ കയറുന്നതെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും നമുക്ക് സൈറ്റിങ്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. വെറുതെ കാട് കാണാനായിട്ടൊന്ന് കയറി നോക്കിയേ, നമുക്ക് കാണേണ്ട എല്ലാ ആനിമൽസും നമ്മുടെ കണ്ണിന് മുന്നിൽ കാണും. അങ്ങനെ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റോട്ടിലേക്ക് എത്തി. ഇനി നമുക്കൊരു ഫോറസ്റ്റ് സഫാരി കൂടി പോവാം. നമ്മൾ ട്രെക്കിങ് കഴിഞ്ഞാൽ തിരിച്ചു വരാറായപ്പോഴേക്കും റോട്ടിൽ കൂടി ഇറക്കുന്നുണ്ടല്ലോ ഒരു മയിൽ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഏകദേശം ഒരു 30 മീറ്ററായിട്ട് പുള്ളി ഓൾറെഡി ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മയിലുകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ. മയിലുകളെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നാറില്ല. നമ്മളിന്ന് ഈ ട്രെക്കിംഗ് എടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ സെയിം ഗൈഡിനെയും കൂട്ടി ഒരാൾക്ക് 250 രൂപ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാടിനകത്തേക്ക് നമുക്ക് ഫോറസ്റ്റ് സഫാരി പോകുന്ന അതേ റൂട്ടിൽ തന്നെ നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ കാടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് ഈ കാണുന്ന ഒരു മ്ലാവാണ്. ആദ്യത്തെ കാഴ്ചയിൽ ഈ ഒരു മ്ലാവിനെ മാത്രമേ കണ്ടുള്ളൂ എങ്കിലും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മാറി വേറെയും 1-2 നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മ്ലാവ് നിൽക്കുന്ന ആ ഒരു ചെറിയ ലേക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ആമകളും ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് കയറി നിൽക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം ആവാറായതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനൊരു ഭംഗി തന്നെയായിരുന്നു. നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ലേക്കിൻ്റെ സൈഡിലായിട്ട് മിക്കപ്പോഴും ഈ കാണുന്ന മ്ലാവുകളെയോ അല്ലെങ്കിൽ കാട്ടിയെയോ ഒക്കെ കാണാനായിട്ട് ചാൻസ് കൂടുതലാണെന്നാണ് നമ്മുടെ മുരുകേശേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു കൊമ്പിൽ ഒരുപാട് ആമകളും കയറിയിരിക്കുന്നുണ്ട്. ഈ ആമകൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നമുക്ക് ഈ മ്ലാവുകളെ കാണാൻ പറ്റിയത്. നമ്മൾ ഈ കാണുന്ന സാമ്പാർ ഡിയറുകളുടെ കഴുത്തിലായിട്ട് മിക്കപ്പോഴും ഒരു മുറിവ് നമ്മൾ കാണാറുണ്ട്. ഇതിന് പല കാരണങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും ഇതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഗൂഗിൾ ചെയ്താലും അതുപോലെ വാട്സപ്പിലാണെങ്കിലും നമ്മളിത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ ആനിമൽസിനെ കുറിച്ചെല്ലാം റിസർച്ച് ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് നമ്മുടെ ആനകൾക്ക്, അതായത് കൊമ്പനാനകൾക്ക് മതവിളകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതായത് അവരുടെ ആ ഒരു മേറ്റിംഗ് സീസൺ ആവുന്ന ടൈമിലാണ് അവർക്ക് മെയിനായിട്ട് ഈ മതപ്പാടുണ്ടാകുന്നത്. ആ ഒരു ടൈമിൽ അവരുടെ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്രവം ഇതുപോലെ തന്നെ പൊട്ടി ഒലിക്കാറുണ്ട്. അതുപോലെ തന്നെ മ്ലാവുകൾക്ക് മേറ്റിംഗ് സീസൺ ആവുന്ന ടൈമിലാണ് ഈ കാണുന്ന വൂണ്ട് ക്രിയേറ്റ് ആവുന്നതെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ആവാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. കാരണം മ്ലാവുകൾ നമ്മൾ മിക്കപ്പോഴും കാണുമ്പോൾ ഈ ഒരു വൂണ്ട് ഇതുപോലെ ഓപ്പൺ ആയിരിക്കില്ല. ചില സീസണിൽ അല്ലെങ്കിൽ ചില ടൈമിൽ മാത്രമാണ് ഈ ഒരു വൂണ്ട് ഇതുപോലെ റെഡിഷ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുക. എന്തായാലും അതിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഫ്യൂച്ചറിലെങ്കിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും സഫാരി കണ്ടിന്യൂ ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് ഈ കാണുന്ന കിങ് ഫിഷറാണ്. നമ്മൾ പറമ്പിക്കുളം പോകുന്ന വഴിക്ക് ഒരുപാട് ഡാമുകളും അതുപോലെ ഒരുപാട് വാട്ടർ ബോഡീസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയെല്ലാം മീനുകളുടെ സാന്നിധ്യവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കിങ് ഫിഷർ പോലെയുള്ള ഒരുപാട് വാട്ടർ ബേർഡ്സിൻ്റെ സാന്നിധ്യവും ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ സഫാരി മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് ഈ കാണുന്ന റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്തായിരുന്നു. വേറൊന്നുമല്ല, ഒരു കൂട്ടം മാനുകളാണ്. ഈ മാനുകൾ പൊതുവെ ആളുകളുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള ഏരിയയിലാണ് സ്റ്റേ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ്, കടുവ, പുലി, വൈൽഡ് ഡോഗ് അങ്ങനെയുള്ള ആനിമൽസ് മനുഷ്യൻ്റെ സാന്നിധ്യമുള്ള ഏരിയയിലേക്ക് കൂടുതലായിട്ടും വരാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ കുറച്ചുകൂടി സേഫാണ്. അങ്ങനെ മാനുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് കണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന തുണക്കടവ് ഡാമാണ്. ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയാലാണ് നമുക്ക് കന്നിമാരത്തേക്കും അതുപോലെ പറമ്പിക്കുളം ഡാമിൻ്റെ ഏരിയയിലേക്കെല്ലാം ചെല്ലാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാട്ടിയാണ്. കാടിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് മെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അതിനെ വീഡിയോയിലേക്ക് പകർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചുകൂടി ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കാട്ടിയും അതുപോലെ ആനകളെല്ലാം നമുക്ക് നമ്മുടെ റോഡിൽ തന്നെ കാണാൻ പറ്റും.
അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും സഫാരി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പറമ്പിക്കുളം ഭാഗത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കൂട്ടം മാനുകളാണ്. ഇത് നമ്മുടെ തുണക്കടവ് ഡാമിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വൈകുന്നേരങ്ങളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഈ ഒരു ഭാഗത്ത് ഒരുപാട് മാനുകളെ ഒരുമിച്ച് കാണാൻ പറ്റും. അങ്ങനെ മാനുകളുടെ കാഴ്ചകളെല്ലാം നമ്മൾ മതിയാവോളം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. വേറൊന്നുമല്ല, ഒരു ആൺമയിൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിനായിട്ട് പീല് നിവർത്തി ആടുന്നൊരു കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയിലും പലതവണ കാണിച്ചിട്ടുണ്ടെങ്കിലും എത്ര തവണ കണ്ടാലും മതിയാവാത്തൊരു കാഴ്ചയാണ് ഈ മയിലിൻ്റെ പീല് നിവർത്തിയുള്ളൊരു മയിലാട്ടം എന്ന് പറയുന്നത്. മയിലൊന്നും ഇങ്ങോട്ടേക്ക് തിരിയാനായിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും ആളിങ്ങോട്ടേക്ക് തിരിയുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മയിലൊന്നും ഇങ്ങോട്ടേക്ക് തിരിയാനായിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവസാനം മയിൽ ഇങ്ങോട്ടേക്ക് തിരിയാനായിട്ട് അങ്ങ് തുടങ്ങിയതും നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടി ദേ പോകുന്നൊരു വണ്ടി. ആൾ ഫ്രണ്ടിൽ കൂടി പോയത് മാത്രമല്ല, നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി നിർത്തുകയും ചെയ്തു. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് നിന്നിട്ടാണ് ആൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈ വണ്ടി ചവിട്ടി നിർത്തിയത്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ മയിലിൻ്റെ കിട്ടിയ വിഷ്വൽസൊക്കെ വെച്ച് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ മയിലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും പറമ്പിക്കുളം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും റോഡ് സൈഡിൽ തന്നെ ഒരുപാട് ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് മെയിലായിട്ടുള്ളൊരു സാമ്പാർ ഡിയറാണ്, അതായത് നമ്മുടെ മ്ലാവ്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒറ്റയ്ക്ക് ഇന്ന് ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ കൊമ്പെല്ലാം പോയിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വെൽവെറ്റ് ടൈപ്പ് കൊമ്പാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു കൊമ്പ് ഹാർഡായതിനു ശേഷമാണ് നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കൊമ്പുകൾ ഈ മ്ലാവുകൾക്ക് രൂപപ്പെടുന്നത്. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പറമ്പിക്കുളം ഡാമിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു നീൽഗിരി ലങ്കൂറാണ്. ശരിക്കും വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ആ സൺലൈറ്റൊക്കെ പോയതുകൊണ്ടും അവരുടെ ആ ഒരു വിഷ്വൽ എടുക്കാനായിട്ടൊരു പ്രത്യേക രസം തന്നെ. സാധാരണ ഈ ഉച്ച സമയത്തൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്നതിൻ്റെ നേരെ പുറകിലായിട്ട് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഭംഗിയായിട്ടൊന്നും ഇവരുടെ വിഷ്വലും കിട്ടാറില്ല. ഇവരുടെ എന്നല്ല, ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള കളറുള്ള ഏത് അനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും ഈ സൺലൈറ്റ് ഇല്ലാത്ത ഒരു ടൈമിൽ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഭംഗി. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴിയുടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പറമ്പിക്കുളത്ത് താമസിക്കുന്ന ഒരുപാട് ട്രൈബൽസിൻ്റെ ആ ഒരു ഏരിയ ഇവിടെ തന്നെയാണ്.
നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പറമ്പിക്കുളം ഡാം എന്ന് പറയുന്നത്. നമുക്ക് പറമ്പിക്കുളത്ത് ഈ ഒരു ഭാഗത്ത് വരെ മാത്രമാണ് പ്രവേശനമുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമുക്ക് കിട്ടിയൊരു സൈറ്റിംഗ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കൂട്ടം ആന. പോട്ടെ 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 പതുക്കെ പോട്ടെ, ഞാൻ പറയാം. നമ്മളിത് പോകുന്ന വഴിക്ക് ഇത് കണ്ട തൊട്ടടുത്തായിട്ട് ഇത് കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെയിനായിട്ടുള്ള താരം നമ്മുടെ കരടിക്കുട്ടനായിരുന്നെങ്കിൽ, നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വരാൻ പോകുന്നത് പുള്ളിപ്പുലിയാണ്. നമ്മൾ പറമ്പിക്കുളത്ത് തന്നെ വേറൊരു ട്രെക്കിംഗ് എടുത്തപ്പോൾ കടുവയുടെ മടയിലേക്ക് അതിനെ തപ്പി പോയ ടൈമിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു പുള്ളിപ്പുലി. ഇത്രയും തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിനകത്ത് കടുവ താമസിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു മടയും ആ മടയിലേക്കുള്ള യാത്രയും ആ യാത്രയിൽ നമുക്ക് കിട്ടിയ പുള്ളിപ്പുലിയും ആനയും അങ്ങനെ കിഡിലൻ കുറേ വിഷ്വൽസായിട്ട് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആരും കാണാനായിട്ട് മറക്കണ്ട. നല്ല കിഡിലൻ വിഷ്വൽസൊക്കെ ആയിട്ടുള്ള നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാത്തൊരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് നമ്മളിട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലെ നൈറ്റിലുള്ള ഒരു ഡ്രൈവും ആ ഒരു ഡ്രൈവിൽ കേരളത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാട്ടുപോത്തിനെ ക്യാമറയുടെ മുമ്പിൽ കിട്ടിയതും അങ്ങനെയുള്ള കുറേ കാഴ്ചകളായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതാരും കാണാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.